ഉള്ളതുപോലെ പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കില്ല, പ്രതീക്ഷിക്കുന്ന വാക്കായിരിക്കില്ല ഞാൻ പറയുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് സജ്ജന ഫ്രോഡാണ്, സജ്ജന BMW പിന്നെ അടിച്ചു മാറ്റി, അതിൻ്റെ ഓണറെ ജയിലിലിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ കണ്ണിൽ കുരുവാണോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ മുൻ ഭർത്താവ് പല കാര്യങ്ങളും വെളിയിൽ കൊണ്ടുവന്നിട്ടില്ലേ? അതുമാത്രവുമല്ല, അവരുടെ തന്നെ ഒരുപാട് വോയിസ് റെക്കോർഡുകൾ വെളിയിൽ കൊണ്ടുവന്നിട്ടില്ലേ? പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലിന്റെ തന്നെ എന്ന് പറഞ്ഞാൽ 10-35 ലക്ഷം റുപ്യ വാങ്ങിയെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് വേറെയുണ്ട്. പിന്നെ അയാളുടെ കുടുംബം, അയാളുടെ ഭാര്യ, മക്കൾ ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിൽ താമസിക്കുകയാണ്. അതായത് തലയിൽ മുണ്ടിട്ടിട്ടാണ് അവരൊക്കെ നടക്കുന്നത്. അതായത് ഈ പൂക്കുറ്റി എന്ന് പറയുന്നവന്റെ കൊണ്ട് മാത്രമാണ്. എന്നിട്ടും ഈ സ്ത്രീയൊക്കെ വിളിച്ചിട്ട് അവാർഡ് കൊടുക്കാനും അവരെ വേദിയിലിരുത്താനൊക്കെ ആളുകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴേ എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് രോമം എങ്ങനെ എണീച്ച് നിൽക്കുക. ഇവിടെയുള്ള ഒരു സ്ത്രീകൾ പോലും ഇതിനെതിരെ മിണ്ടുന്നുണ്ടാ? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മഹിളകൾ ഇതിനെതിരെ മിണ്ടുന്നുണ്ടാ? മിണ്ടൂല. അതായത് അവർക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്തുള്ള റീച്ചേ വേണ്ടു. മനസ്സിലാകിയ? അതായത് ഈ പൂക്കുറ്റി മൊബൈൽ വരെ വീണുപോയായിരുന്നു. അതായത് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. പൂക്കുറ്റി എന്ന് പറയുന്ന ഒരുത്തൻ്റെ ഭാര്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴേ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. വേറെ ആരെങ്കിലും ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ലൈനിലെങ്കിലും പരാതി കൊടുക്കും. കാരണം എന്താ അറിയാ, ആ കുട്ടികൾക്ക് ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ഈ പൂക്കുറ്റി എന്ന് പറയുന്നവന്റെ ഭാര്യക്കും മക്കൾക്കും ആ ഒരു അവസ്ഥയിൽ എത്തിച്ച ഈ സ്ത്രീയെ പിന്നെയും വിളിച്ചിട്ട് അവാർഡ് കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴേ അവര് ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. ഇന്ന് അവര് BMW അല്ലേ പറ്റിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. നാളെ അവർ ആരോടെങ്കിൽ എസ്റ്റേറ്റ് എഴുതി മേടിക്കും വേണമെങ്കിൽ. മനസ്സിലായ? അതായത് എസ്റ്റേറ്റ് എഴുതി മേടിക്കും. അതിനുള്ള കഴിവ് അവർക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെയായി തീർന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ ഇത്രയും നാൾ ഈ കളിയൊക്കെ കളിച്ചത്. അല്ലാതെ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരുത്തനെയും ചുമലിലിട്ടുകൊണ്ട് നടക്കാൻ അവർക്ക് സൗകര്യമില്ല. മനസ്സിലായ? അവർക്ക് സൗകര്യമില്ല. ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമില്ല ഏതെങ്കിലും ഒരുത്തനെ ഭർത്താവായിട്ട് ഇങ്ങനെ ഇതാക്കാൻ. കുറച്ചേ കാലം അതിന് ശേഷം അവർ അതിന്റെ പൈസയും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ പൂക്കുറ്റി തന്നെ പറയുന്നില്ല, എൻ്റെ 35 ലക്ഷം റുപ്യ പോയിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറയോ എന്തൊക്കെ വൃത്തികേടാണ് ആ സ്ത്രീ വന്നിട്ട് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല? എന്നിട്ട് ഇന്നലെ എല്ലാവരും പറയുകയാണ് ആ സ്ത്രീ ഒരുത്തൻ്റെ BMW കള്ള ഇതായിട്ട് എഴുതി മേടിച്ചെന്ന്. അവൻ്റെ BMW അല്ലേ പോയിട്ടുള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോടോ, നമ്മളൊരു വണ്ടി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കാരെങ്കിലും വെറുതെ വണ്ടി തരുവോടോ? ഒരു രേഖയില്ലാതെ നീ അതിങ്ങ് എടുത്ത് കൊണ്ടുപോ. അത് കഴിഞ്ഞിട്ടൊരു കാര്യം ചെയ്യാം, നീ എനിക്ക് പിന്നെ പൈസ മതി എന്നാലും ഒരു രേഖ ഉണ്ടാവില്ലേ? അതായത് ഒരു വണ്ടി ഇപ്പോൾ ഒരു സുഹൃത്തിന് കൊടുത്താൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞോ തിരിച്ച് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കേസായിട്ട് പോകത്തില്ലടോ. ആ കേസിന്റെ ന്യായവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കില്ലേ? ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എൻ്റെ BMW കാശ് ഇതെന്താടാ ഇത് ചന്തയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതായിരുന്നു. BMW എന്ന് പറയുന്ന സാധനം ചന്തയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണോ? ഒന്നുമല്ല. ഇനി എന്തിന്റെ പേരിലായാലും ശരി, അങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് കേസ് കൊടുക്കടോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചെടുക്കാൻ നോക്കടോ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സ്വർണം കെട്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രതിയാക്കി, ഇങ്ങനെ പ്രതിയാക്കി, എങ്ങനെയാണോ അങ്ങനെയൊക്കെ നടക്കുക? കച്ചവടം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കച്ചവടം ചെയ്യാം. കച്ചവടത്തിന് പല ആൾക്കാരും വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഏത് മേഖലയിലായി കഴിഞ്ഞാലും, നിങ്ങൾ ഇനി ബിസിനസ് മേഖലയിലായാലും ഇനി എന്ത് മേഖലയിലായി കഴിഞ്ഞാലും അവിടെ സ്ത്രീകളും പുരുഷന്മാരും, ഇനി സ്ത്രീയാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ പലതരത്തിലുള്ള പുരുഷന്മാർ വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ മാനേജർ ആയിരിക്കും. അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യുന്ന സ്ത്രീകളായിരിക്കും. ഒരുപാട് കോഴികൾ അവരെ വിളിക്കും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തൻ ബിസിനസ് നടത്തുമ്പോഴേ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾ അവനെ വിളിക്കും, അത് ഉറപ്പാണ്. അതിൽ വീഴാതിരിക്കലാണ് നമ്മുടെ ധർമ്മം, അല്ലാതെ പോയിട്ട് അതിൽ വീണു കൊടുക്കല്ല. ഞാൻ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടേ ഇല്ല. കാരണം എന്താ അറിയാ, BMW പോയിട്ട് ഇങ്ങനെ കരയുന്നതിൻ്റെ ആവശ്യം എന്താണ്? അവിടെയൊക്കെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടന്നിട്ടുണ്ടാവും. എന്താണെന്നും ഞാൻ പറയുന്നില്ല. മനസ്സിലായി? എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ BMW കൊണ്ടുപോയി എന്ത് കാര്യമോ? ഇപ്പോഴിത്രയൊക്കെ പറഞ്ഞിട്ടും അവരിന്നും ഭയങ്കരമായിട്ട് ഇന്ന് അവാർഡ് ഫംഗ്ഷനൊക്കെ വരണമെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ തൊലിക്കട്ടിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാണ് എന്തിനധികം പറയുന്നത്, നീളാ നമ്പ്യാറെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തിച്ച ടീമാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായി നിങ്ങൾക്ക്? അതായത് നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന
നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരുപാട് നന്മകൾ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കറിയാം ഞാൻ ഇതുപോലെ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയുന്ന അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് എവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യിച്ച ടീമാണ്. പിന്നെ നമുക്ക് എന്തിനാ പറയുന്നത്? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ പൊന്നുമക്കളെ, ഇതല്ല ഇതിനപ്പുറം നടന്നു കഴിഞ്ഞാലും നമ്മൾ മിണ്ടാൻ പോണ്ട, മിണ്ടിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോകുമ്പോഴാണ് മുകളിലോട്ട് നോക്കുന്നത്. മനസ്സിലായ? ആ സ്ത്രീയുടെ അല്ല BMW അവരുടെ പേരിലേക്ക് വരെ ആക്കിയിട്ടില്ല. എന്തുകൊണ്ട് അവനത് തിരിച്ചു മേടിക്കാൻ കഴിയുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൈസ കിട്ടിയിട്ടില്ല, ഞാൻ വിറ്റിട്ടില്ല, എല്ലാം പോയി കഴിഞ്ഞിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടാ? അവനവന്റെ ഭാര്യയും മക്കളും തിന്നണ്ടേ? ഇത് തെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഒരുത്തനെ കുട്ടിച്ചോറാക്കിയിട്ട് ഒരു സൈഡിലാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ തോന്നിയ പോലെ നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മളെ കുടുംബം, നമ്മുടെ ഫാമിലി, നമ്മുടെ ഇതായ സഹോദരങ്ങള്, നമ്മുടെ മക്കള്, ഇവരെല്ലാം ആലോചിച്ചിട്ടല്ലേ ഈ ചിന്താഗതിയൊന്നും ഇല്ലാത്ത ആൾക്ക് പിന്നെ ഒന്നും നോക്കണ്ട. അതാണ് നിങ്ങൾ പറയുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും നോക്കണ്ട അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കാനും ആൾക്കാരുണ്ടാകും. അതാണ് ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ കാണുന്നില്ല അവർക്ക് കിട്ടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് നമുക്കാർക്കും കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പേരുകളും കാര്യങ്ങളും ഇതൊക്കെ പറയും ആൾക്കാർ. പക്ഷെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്താൻ എത്ര ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ മലയാളികൾ മണങ്ങുണാഞ്ചന്മാരാണ്. നമ്മൾ മലയാളികൾ മണങ്ങുണാഞ്ചന്മാരാണ്. അത് തന്നെ ഇപ്പോഴെവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ തന്നെ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മറ്റേ ഇത് നടത്തിയിട്ടുണ്ട് എന്ന് മറ്റേ കുട്ടീനെ ഇതാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിനെതിരെ എന്തെങ്കിലും കേസോ എന്തെങ്കിലും വന്നടോ? ആരെങ്കിലും കേസ് കൊടുത്തടോ? നിങ്ങളൊന്ന് പറ. അതായത് ഒരാൾ ഓപ്പണായിട്ട് പറയുകയാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, രണ്ടോട്ടം കയറ്റം ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടത്. എന്നിട്ട് ആരെങ്കിലും ഇത് കൊടുത്തോ കേസ്? വേറെ ഏതെങ്കിലും പാവപ്പെട്ടവനാണെങ്കിൽ പേടിയിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെയും ഇതിൻ്റെയും പ്രതാപത്തിൻ്റെയും കാര്യം തന്നെയാണ്. പണം ഉള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞൊരു ചായ കുടിക്കുന്ന വലിയുള്ളൂ. പണമില്ലാത്തവനാണ് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ വെറും വേസ്റ്റായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറ്റിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണ്ടോ? അതിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് കാണുന്നില്ലേ അവരെ വിളിച്ച് അവാർഡ് കൊടുക്കുന്നതോ? ഇതിലും വലിയ നാണം കെട്ട പരിപാടി വേറെ ഒന്നും കൊണ്ടാ? നിങ്ങളൊന്ന് പറ. അതിൻ്റെ ഇടയിലും വായി നോക്കി നിൽക്കാൻ പറ്റി കുറേ ആൾക്കാർ പോയിട്ടില്ലേ? ആ വായി നോക്കി നിൽക്കുന്ന ടീമുകള്, അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകര്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ എന്താ പറയുക പുറകെയുള്ള ടീമുകള്, ഇനി ഉദ്ഘാടനമാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉടമകള്, ഇവറ്റകളെയൊക്കെ അല്ലേ ആദ്യം ബഹിഷ്കരിക്കേണ്ടത്? ഇവറ്റകളെടുക്കുന്ന ഒരു സാധനം പോലും വാങ്ങിക്കാൻ പോകരുത്. പക്ഷെ മലയാളികൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ പിന്നീടും പോകുന്നത് ഇവറ്റകൾ വരുമ്പോഴും ഇവരുടെ കാര്യത്തിനും മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ ഇവിടെ കിടന്ന് തളിച്ചിട്ട് കാര്യമില്ല. ഒരു സ്ത്രീയുടെയും 2 കുട്ടികളുടെയും ജീവിതം തന്നെയുടെ എന്താ പറയുക തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ച ടീമാണ് BMW കൊണ്ട് പോയിരിക്കുന്നത്. BMW എന്ത് കിടക്കുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതമല്ലേ ഏറ്റവും വലുത്. BMW പോയിട്ടുണ്ടെങ്കിൽ സഹിച്ചോളൂ, അത്രയേ ഉള്ളൂ കാര്യമോ? അല്ലെ കേസ് കൊടുത്ത് അകത്താക്കാൻ നോക്കണോ? അതല്ലേ വേണ്ടത്. അല്ലാതെ ഇവിടെ കിടന്നിട്ട് എന്താണ് എൻ്റെ BMW കുറെ വോയിസ് നോട്ടും വിട്ട് തെളിവൊന്നും ഇല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കാറുന്ന് അവനവൻ്റെ കുടുംബം നോക്കി പോയിട്ടായിരുന്നു. ഇവിടെ കിടന്നിട്ട് BMW പോയ കഥയും പറയുന്നു. വേറെ ആരെങ്കിലും വന്നു നോക്കെ എൻ്റെ BMW ഇതാ ഇന്നാൾ പറ്റിച്ചുകൊണ്ടോ? ശരിയാണ്. ഉളുപ്പുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാപ്പ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. നമ്മൾ എന്നാ പറയേണ്ടത് ഒരു അഭിമാനം, അതുപോലെ തന്നെ കുറച്ച് ഉളുപ്പ്, പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതൊക്കെയാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായ? പക്ഷെ അങ്ങനെ ജീവിക്കുന്നവന്മാരൊന്നും ഇന്ന് ആർക്കും വേണ്ടടോ. എന്തെങ്കിലും ബലവിടാ ഇപ്പോ ഇതോ കാണിക്കുന്ന ടീമുകളെയാണ് എല്ലാവരും ചേർത്ത് നിർത്തുന്നത്. അവർക്കാണല്ലോ അവാർഡ് കൊടുക്കുന്നത്. നമ്മളിന്ന് ആയിരിക്കും വേണ്ട. അതുകൊണ്ട് ഉള്ളതുപോലെ എന്ന് പറയുന്നട്ടോ. ഇതിൻ്റെ അകത്ത് എനിക്ക് കയറി നീ എന്താണ് അവൾക്ക് സപ്പോർട്ടാണ്? ഞാൻ ഒരുത്തിക്ക് സപ്പോർട്ടല്ലായിരുന്നു.